നമുക്ക് ആലപ്പുഴയിലേക്ക് പോകാം. ഫൈസൽ അസീസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നു. ഫൈസൽ, ഏത് ബൂത്തിലാണുള്ളത്? അവിടെയും ഇപ്പോഴും പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണോ? ദിവ്യ, ഞാനിപ്പോൾ ഉള്ളത് അമ്പലപ്പുഴ കക്കാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ ഇപ്പോൾ 139, 142 ബൂത്തുകളാണ് ഇവിടെ ഉള്ളത്. 141 ബൂത്തുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം, പോളിംഗ് സമയം കഴിഞ്ഞ് ഇപ്പോൾ 45 മിനിറ്റ് പിന്നിടുകയാണ്. ഇപ്പോഴും വലിയ രീതിയിലുള്ള തിരക്ക് തന്നെയാണ് ഇവിടെ അനുഭവപ്പെട്ടിരിക്കുന്നത്. ഏകദേശം ഇതിപ്പോൾ ഇവർക്ക് സ്ലിപ്പ് ടോക്കൺ നൽകിയവരാണ് മാത്രമാണ് ഇവിടെ ഉള്ളത്. ഏകദേശം 150-ലധികം പേർ തന്നെ ഇപ്പോഴും ഉണ്ട്. സ്ത്രീകളുടെ ക്യൂവിനേക്കാൾ കൂടുതൽ നമുക്ക് കാണാം പുരുഷന്മാരുടെ ക്യൂ ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. അതായത് വളരെ നേരത്തെ തന്നെ വന്നിരിക്കുന്നവരാണ് ഇവരെന്നാണ് നമ്മൾ ഇവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഏതായാലും നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, എന്താണ് ഇത്ര ലേറ്റ് ആവാൻ കാരണമായത്? ഞങ്ങൾ കുറേ നേരമായിട്ട് ഇരിക്കുക. മെഷീൻ കംപ്ലൈന്റ് ആണ് പറയുന്നത്. രാവിലെ വന്ന്, ഉച്ചക്ക് വന്ന്, വൈകിട്ട് വന്ന്, ഇപ്പോഴും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ബാക്കി എല്ലാ ബൂത്തിലും പരിപാടി കഴിഞ്ഞ് 141 ബൂത്ത് മാത്രമേ ഉള്ളൂ ആള്. ഇവിടെ 1300 വോട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിനോട് തന്നെ 1250 വോട്ടും 1300 വോട്ടുള്ള ബൂത്തെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾ മാത്രം ഇവിടെ ഇരിക്കുക. ഇങ്ങനെ രാവിലെ വന്നതാണോ? രാവിലെ വന്നിട്ട് പോയത്. പിന്നീട് തിരക്ക് കാരണം പിന്നീട് വന്നത് ഏതാണ്ട് ഇവരെ ചെയ്യാൻ പറ്റിയില്ല. ഇല്ല, ഏതായാലും വോട്ടുകളുടെ ബൂത്തുള്ളൂ. അതായത് ഇവിടെ നിന്ന് രാവിലെ തന്നെ കംപ്ലൈന്റ് പറഞ്ഞിരുന്നു. കാരണം ഞാൻ രാവിലെ ഇവിടെ വരുമ്പോഴത്തേക്ക് നീണ്ട ക്യൂ ആണ്, ഉച്ചയ്ക്ക് വന്നപ്പോൾ നീണ്ട ക്യൂ ആണ്. അപ്പോൾ ഓൾറെഡി ഇവിടെ കളക്ടറേറ്റിൽ കളക്ടറിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു നീണ്ട ക്യൂ ആണ്, അതിനുള്ള സൗകര്യം ഒരുക്കണമെന്ന്. പക്ഷേ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഏകദേശം 6:45 കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ തന്നെ ഏകദേശം ഞങ്ങളിപ്പോ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 3 മണിക്കൂറോളമായി. 3 മണിക്കൂർ കഴിഞ്ഞിപ്പം. 3 മണിക്ക് വന്നതാണ്? 3 മണിക്ക് മുമ്പ് വന്നതാണ്? അപ്പൊ ഏകദേശം അല്ല, രാവിലെ വന്ന് കുറെ നേരം നോക്കിയിരുന്നു, ഉച്ചക്ക് വന്ന് നോക്കിയിരുന്നു. അപ്പൊ സാധാരണ ഇത് നമ്മൾ ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് വൈകുന്നേരം തിരക്ക് കാണത്തില്ല, വോട്ട് ചെയ്ത് പോകാം എന്നുള്ള ഉദ്ദേശയിലാണ്. പക്ഷേ ഇപ്പൊ നോക്കി ഇനി എനിക്ക് തോന്നുന്നു 1 മണിക്കൂറോളം ഇരിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. അത് തന്നെയാണ്. ഏകദേശം ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പോളിംഗ് സമയം കഴിഞ്ഞിട്ട്. ഇനിയും ആൾക്കാർ, ഇപ്പോൾ നിരവധി പേർ ഇപ്പോഴും ഇവിടെ വലിയൊരു ക്യൂ, നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇനിയും 1 മണിക്കൂറോളം, 1.5 മണിക്കൂറോളം ഇവർ ഇവിടെ ക്യൂ നിൽക്കേണ്ടി വരും എന്ന് തന്നെയാണ് പറയുന്നത്. നേരത്തെ എത്തിയോ? ഞാനിപ്പോ വന്നിട്ട് ഏകദേശം ഒരു 2 മണിക്കൂറോളമായി. അതിന് മുമ്പുള്ള ആൾക്കാരാണ് അത്ര അവിടെ നിൽക്കുന്നത്. അപ്പൊ അത്രയും പേര് കഴിഞ്ഞാൽ എനിക്ക് ഇനി 38ാമത്തെ നമ്പറിനെ കിട്ടിയത്. ഇനിയുമുണ്ട് നിരവധി പേർ വോട്ട് ചെയ്യാനായി. ഇത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് 38 എന്ന ടോക്കൺ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 100-ലധികം ആളുകൾ ഇപ്പോഴും കാത്തിരിക്കുകയാണ് ആലപ്പുഴയിൽ ഇപ്പോൾ ഫൈസൽ അസീസ് നിൽക്കുന്ന ബൂത്തിൽ. ഇത് തന്നെയാണ് ഒട്ടുമിക്കയിടങ്ങളിലെയും സാഹചര്യം.